പാകിസ്ഥാനിൽ ഉടനീളം ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച സ്ഫോടന പരമ്പരകൾ ഇന്നും തുടരുകയാണ്. 18 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 20ഓളം പാക് സൈനിക ക്യാമ്പുകളും പോസ്റ്റുകളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തകർത്തു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം തന്നെ 2 പാക് സൈനിക ക്യാമ്പുകൾ ഈ വിമതസേന പിടിച്ചെടുത്തിട്ടുമുണ്ട്. സുരബ് ജില്ലയിലെ പാക് സൈനിക ക്യാമ്പിന് നിയന്ത്രണം ഏറ്റെടുത്തതായിട്ട് വാർത്ത വരുന്നു. ഒപ്പം തന്നെ ഗദ്ദാർ പ്രദേശത്തുള്ള ഒരു പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പും ഇപ്പോൾ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നിയന്ത്രണം കൈക്കലാക്കിയിരിക്കുന്നു. പഞ്ചഗൂർ, ബൊലേദ, മാച്ച് എന്നിവിടങ്ങളിൽ ഇപ്പോഴും സംഘർഷം തുടരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. സൈനിക വക്താവ്, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ സൈനിക വക്താവ് ജിയാൻ ബലൂച്ച് പറയുന്നത് തങ്ങളുടെ ഒരു പോരാട്ടം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ഓപ്പറേഷൻ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു വന്ന പാക് സൈനികർ അധിനിവേശ സേനയാണ്, അവർക്കെതിരെയാണ് തങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നു. ഈ സൈനിക ക്യാമ്പുകളും മറ്റുമെല്ലാം തകർത്തിരിക്കുന്നത് റിമോട്ട് നിയന്ത്രിത ID സ്ഫോടനങ്ങൾ നടത്തിയിട്ടാണ് ഇങ്ങനെയുള്ള തകർത്തിരിക്കുന്നത്. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് നേരെ പാകിസ്ഥാൻ അവരുടെ സൈന്യം ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. ഷൂർ പരോദ്, നോസ്കി തുടങ്ങിയ ഇടങ്ങളിലും സംഘർഷം നടക്കുന്നതായിട്ടാണ്. ഇതൊരു അന്തിമ പോരാട്ടമായിട്ടാണ് ഇതിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. തങ്ങളുടെ പ്രദേശത്ത് ഇനി പാക് സൈന്യമോ അവരുടെ പോസ്റ്റുകളോ ആവശ്യമില്ല, കാരണം അത് അധിനിവേശ സേനയാണ്. ആ അധിനിവേശ സേന പോകണമെന്നാണ്. ഈ ആക്രമണത്തിന്റെ ഇടയിൽ പട്ടാളക്കാർ പല ക്യാമ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ട വാർത്തകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.